അടുത്തു നിൽക്കുന്നവരിൽ മാത്രമല്ല അകലെ നിൽക്കുന്നവരിൽ കൂടി ഇറങ്ങിത്തിരിക്കേണ്ട ഒരു ബാധ്യത ഓരോ ക്രിസ്ത്യാനിക്കുമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഇന്നത്തെ ഗോസ്പൽ. ഒരു നാട്ടുനടപ്പിൻ്റെ സംസാര രീതിയെ തന്നെ ക്രിസ്തു എന്ന് ചോദ്യം ചെയ്ത് അതിനെ പുതിയൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. യേശു പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ആരാ പറഞ്ഞത്? ഇത് അവിടെ പറഞ്ഞു നടന്നത് യഹൂദരാണ്. യഹൂദർക്കൊരു ചിന്തയുണ്ടായിരുന്നു, വിജാതീയരൊക്കെ ശത്രുക്കളാണ്. അങ്ങനെ ചിന്തിക്കാൻ കാര്യം, അവരുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിനും അവരുടെ മതത്തിൻ്റെ തനിമയ്ക്കും വിജാതീയർ ഒരു ഭീഷണിയായി അവർ എല്ലാ കാലത്തും കരുതിയിരുന്നു. അതുകൊണ്ട് അവരെപ്പോഴും വിജാതീയരെ ശത്രുക്കളായി കാണുകയും അവരെ ദ്വേഷിക്കുകയും ചെയ്തിരുന്നു. ഇതാണ് ആ കാലഘട്ടത്തെ ഒരു നാട്ടുനടപ്പ്. ഈ നാട്ടുനടപ്പ് അവരെല്ലാവരോടും പറയും, ഇവർ നമ്മുടെ രാജ്യത്തിന് ആപത്താണ്, ഇവർ നമ്മുടെ മതത്തിന് ആപത്താണ്, അതുകൊണ്ട് ഇവരെ മാറ്റി നിർത്തണം. ഇങ്ങനെ പറഞ്ഞു നടന്ന് ഒരു വിഭാഗത്തെ തന്നെ അവരങ്ങ് അകറ്റി നിർത്തിയത് അത് ശത്രുതയ്ക്ക് കാരണമായി. ആ ശത്രുത അവർ തലമുറകളൊക്കെ കൈമാറി. ഇങ്ങനെ പറഞ്ഞു നടന്ന ഒരു തലമുറയിൽ നിന്നുകൊണ്ടാണ് യേശു പറയുന്നത്, ഇങ്ങനെയൊക്കെ പലരും പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ വേറൊരു യഹൂദനായിട്ട് ഞാനിവിടെ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. പുതിയൊരു രീതിയാണ്. ഇത് കേട്ടപ്പോൾ യഹൂദർക്ക് പിടിക്കാനും വകയില്ലല്ലോ. കാര്യം ഇത്രയും കാലം തലമുറകളായിട്ട് ഒരു വിഭാഗത്തെ മാറ്റി നിർത്തപ്പെട്ടിടത്ത് ഇവിടെ മറ്റൊരു യഹൂദൻ വന്ന് പറഞ്ഞു, ഇതൊന്നും അല്ല ശരി, നിങ്ങൾക്ക് അതിർവരമ്പുകൾ ഉണ്ടാകരുത്. ഇവൻ ആരാണ് ഇതൊക്കെ പറയാൻ? സ്വാഭാവികമായൊരു ചോദ്യമുണ്ടാകും. അവിടെയാണ് യേശു കോട്ടിയുന്നത് സ്വർഗസ്ഥനായ തൻ്റെ പിതാവിന്. ഈ പിതാവിന് ഒരു പ്രത്യേകതയുണ്ട്. പിതാവിന് എല്ലാ മക്കളാണ്, അവിടെ അതിർവരമ്പില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. ഇങ്ങനെ അതിർവരമ്പുകളില്ലാത്ത ഒരു ജീവിതത്തിനിടയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകാൻ പോകുന്നൊരു സൗഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ അപ്പൻ്റെ മക്കളായിത്തീരും, ഒരു കുടുംബത്തിൻ്റെ അംഗങ്ങളായിത്തീരും. ഇങ്ങനെ യേശു ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചതിലൂടെ എല്ലാവരെയും സ്നേഹിക്കാൻ പഠിപ്പിച്ചു. പക്ഷേ ഇതിലും കുറ്റം കണ്ട ചില മനുഷ്യരുണ്ട്. ഇനി ഇതിനടുത്തൊരു ചോദ്യമുണ്ട്, എത്രത്തോളം അവനെ സ്നേഹിക്കണം? ഈ സ്നേഹത്തിനൊരു പരിധിയുണ്ടല്ലോ. ആ സ്നേഹത്തിൻ്റെ പരിധി യേശു പറഞ്ഞത്, നിങ്ങൾ അയൽക്കാരനെ സ്നേഹിക്കണം. ആരാണ് എൻ്റെ അയൽക്കാരൻ? അയൽക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ അത് തൊട്ടടുത്ത് നിൽക്കുന്നവൻ മാത്രമല്ല, തൊടാതെ നിൽക്കുന്നവൻ പോലും അയൽക്കാരനാണ്. അറിയാവുന്നവൻ മാത്രമല്ല, അറിയാതെ നിൽക്കുന്നവൻ പോലും നമ്മുടെ അയൽക്കാരനാണ്. അതിന് മതങ്ങളോ ജാതിയോ വർഗമോ രാഷ്ട്രമോ ഒന്നും ബാധകമായി തീരരുത്, ഒന്നും അതിർവരമ്പുകളായി തീരരുത്. യേശുവിൻ്റെ അയൽക്കാരൻ എന്നൊരു കോൺസെപ്റ്റ് അത് അറിഞ്ഞവൻ മാത്രമല്ല, അറിയാത്തവൻ പോലും അവൻ്റെ അയൽക്കാരനാണ്. അതാണല്ലോ നമ്മൾ ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോകുന്ന വഴിയിൽ അർത്ഥപ്രാണനായി കിടന്നപ്പോൾ അവനെ സഹായിച്ചതിൻ്റെ ഒരു ഉപമ നമ്മൾ വായിക്കുന്നത്. അറിഞ്ഞവനല്ലല്ലോ, അറിയാത്തവനല്ലേ അവൻ സഹായിക്കണമെന്ന് പഠിപ്പിച്ചത്. അങ്ങനെയാണല്ലോ നല്ലൊരു അയൽക്കാരനാണെന്ന് ഈ ഭൂമിയിൽ തെളിയിച്ചത്. പ്രിയമുള്ളവരെയും, ഈ വേലികളൊക്കെ ഇനി മാറ്റാനുള്ള ഒരു ഉത്തരവാദിത്തമാണ് ഇന്നത്തെ ഗോസ്പൽ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളൊക്കെ കുറച്ചും കൂടി കൺസർവേറ്റീവ് ചില സമയങ്ങളൊക്കെ ആയിപ്പോവും. നമ്മളൊക്കെ നമ്മളുടെ കുടുംബം, നമ്മളുടെ ജാതി, നമ്മളുടെ മതം, നമ്മളുടെ വിഭാഗം, നമ്മളുടെ രാജ്യം, ഇങ്ങനെ നമ്മുടെ എന്ന് പറഞ്ഞ് നമ്മൾ ചില കാര്യങ്ങളൊക്കെ അതിർവരമ്പുകൾ സൃഷ്ടിക്കും. ഈ അതിർവരമ്പുകളൊക്കെ ഭേദിച്ച ഒരാൾ ഈ കാലഘട്ടത്തിലുണ്ടെങ്കിൽ അത് ഒരു പ്രവാചക ശബ്ദം പോലെ എടുത്തു പറയാവുന്ന ഒരു പേര് ഫ്രാൻസിസ് പാപ്പയുടെ പേരാണ്. അദ്ദേഹത്തിന് മതങ്ങൾ ഒരു അതിർവരമ്പല്ലായിരുന്നു, രാഷ്ട്രങ്ങൾ ഒരു അതിർവരമ്പല്ലായിരുന്നു, മനുഷ്യർ അതിർവരമ്പുകളല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ക്രിസ്തുബോധത്തോടെ സ്വീകരിക്കാൻ അദ്ദേഹം ഈ ഭൂമിയെ പഠിപ്പിച്ചു. പക്ഷേ ഒത്തിരിയേറെ വിമർശിക്കപ്പെട്ട ഒരു പാപ്പയാണ് ഫ്രാൻസിസ് പാപ്പ. കാര്യം അദ്ദേഹത്തിൻ്റെ ചിന്തകളൊക്കെ പലരും പേടിച്ചു, യഹൂദരെന്ന് പേടിച്ചതുപോലെ. ഇത് ഞങ്ങളുടെ മതത്തിന് ചിലപ്പോൾ പ്രശ്നമുണ്ടാക്കും, ഞങ്ങളുടെ രാഷ്ട്രത്തിന് പ്രശ്നമുണ്ടാക്കും, ഞങ്ങളുടെ മനുഷ്യർക്കത് പ്രശ്നമായി തീരും. പക്ഷേ ഫ്രാൻസിസ് പാപ്പയുടെ ചിന്ത അത് യേശുവിൻ്റെ ചിന്തയാണ്. എന്തിനാണ് അതിർവരമ്പ്? ഈ അതിർവരമ്പുകളില്ലാതെ ചിന്തിക്കാൻ ഒരാൾ കഴിയുന്നുണ്ടെങ്കിൽ അയാൾക്ക് ക്രിസ്തുബോധമുണ്ട് എന്നാണ് അർത്ഥം. അതിർവരമ്പുകൾ അത് മനുഷ്യനെ ഒരപ്പൻ്റെ മക്കളാണ് എന്നൊരു ചിന്തയിൽ നിന്ന് അകറ്റി നിർത്തും. നമ്മളൊക്കെ ഒരപ്പൻ്റെ മക്കളാണ് എന്ന് ഈ ഭൂമിയെ പഠിപ്പിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അതാണ് ക്രൈസ്തവ മതത്തിൻ്റെയും ഒരു ക്രിസ്ത്യാനിയുടെയും വ്യത്യസ്തത. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഉരുകി ഉരുകി തീർന്നിടാം ഒരു മെഴുകുതിരി പോൽ ഞാൻ, എൻ്റെ ഉള്ളിൽ നീ വരാനായി കാത്തിരിപ്പൂ ഞാൻ. ഉരുകി ഉരുകി തീർന്നിടാം ഒരു മെഴുകുതിരി പോൽ ഞാൻ,
മാനസത്തിൻ വാതിൽ തുറന്നിടുന്നു. സ്നേഹനാഥാകൃത്തിൻ സക്കാരിയിൽ നീ വന്നു വാഴണമേ. ഓസ്തിയായി ഇന്നു നീ ഉള്ളിലണയും നേരം എന്തു ഞാൻ നന്ദിയായി നൽകിടേണം ദൈവമേ. നിന്നിലൊന്നലിഞ്ഞിടുവാൻ നിന്നിലൊന്നായി തീരുവാൻ കൊതിയെനിക്കുണ്ട്. ആത്മനാഥനേ, ഉരുകിയുരുകി തീർന്നിടാം ഒരു മെഴുകുതിരി പോൽ ഞാൻ. എൻ്റെ ഉള്ളിൽ നീ വരാനായി കാത്തിരിപ്പൂ ഞാൻ. ഇടറുമെൻ വഴികളിൽ കാവലായി നിൽക്കണേ. അഭയമേകി എന്നെ നീ അരുമയായി കാക്കണേ. സ്നേഹമായണയേണമേ, ഉള്ളിൽ നീ നിറയേണമേ. ഇടയ സ്നേഹമേ, കനിവിൻ ദീപമേ, ഉരുകിയുരുകി തീർന്നിടാം ഒരു മെഴുകുതിരി പോൽ ഞാൻ. എൻ്റെ ഉള്ളിൽ നീ വരാനായി കാത്തിരിപ്പൂ ഞാൻ. ആത്മനാഥായി നിൻ മാനസത്തിൻ വാതിൽ തുറന്നിടുന്നു. സ്നേഹനാഥാകൃത്തിൻ സക്കാരിയിൽ നീ വന്നു